Hello friends, welcome back to my channel and welcome back to another video. So ഇത് ആക്ച്വലി കെമിസ്ട്രി എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് പ്ലസ് മൈ റിവ്യൂ ആസ് യൂഷ്വൽ. എല്ലാ സബ്ജക്റ്റും ഇനി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ആക്ച്വലി നമുക്ക് 4 days, അതായത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഈ 4 ദിവസമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രി. ബാക്കിയുള്ള ദിവസം ഫിസിക്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ലീവ് കിട്ടിയ സമയത്ത്. ഓക്കെ, അപ്പോൾ ട്യൂസ്ഡേ മുതലുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ട്യൂസ്ഡേയും വെനസ്ഡേയും ചാപ്റ്റേഴ്സൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 ദിവസം ക്വസ്റ്റ്യൻസ് ചെയ്ത് നിൽക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഏറെക്കുറെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ഞാൻ പേര് എഴുതി, നമ്മൾ 9 ചാപ്റ്റേഴ്സിൻ്റെ പേര് എഴുതി, എന്നിട്ട് ഓരോന്ന് പഠിച്ചതിനനുസരിച്ച് ഇങ്ങനെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഈ ഒരു ട്യൂസ്ഡേ ഞാൻ ഒരു 2-3 ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ പ്രൊക്രാസ്റ്റിനേഷനാണത്, അതായത് വേറൊരു ദിവസം കൂടി ഉണ്ടല്ലോ, സോ നമുക്ക് അപ്പം പഠിച്ചാൽ മതി, 9 ചാപ്റ്ററല്ലേ ഉള്ളൂ, സോ ഇന്ന് ഞാൻ ഇപ്പോൾ 2-3 പഠിച്ചതെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഭയങ്കര പ്രൊക്രാസ്റ്റിനേഷൻ എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ്. കാരണം എനിക്ക് വെനസ്ഡേ കുറച്ച് കുന്നുപോലെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇരുന്ന് അത് ഫുൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം തേഴ്സ്ഡേ, ഫ്രൈഡേ ഞാൻ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഗൈഡത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ്, പക്ഷേ എനിക്കതിന് സമയം കിട്ടിയില്ല. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ COSRXൻ്റെ ഗുഡ് മോർണിംഗ് ജെൽ ക്ലെൻസറാണ് ഉപയോഗിക്കാറുള്ളത്. കുറേ കഴിയാനായിട്ടുണ്ട്. നോർമൽ ക്ലെൻസറാണിത്. ആൻഡ് അതിനുശേഷം COSRXനുള്ള സ്നെയിൽ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കഴിയാനായിട്ടുണ്ട്. ഓക്കെ, അത് അടിപൊളിയാണ്. പിന്നെ പ്ലമ്മിൻ്റെ ഒരു നൈസിനമൈഡ് സിറാണ് ഞാൻ ഉപയോഗിക്കല്. എൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സിറമാണ് ആക്ച്വലി. പിന്നെ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ .NKൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറച്ച് ഹെവി പോലെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ വേറൊരു സബാമണ്ണിയാണ് യൂസ് ചെയ്യാറ്. ഇത് അടിപൊളി സൺസ്ക്രീനാണ്. പക്ഷേ സമ്മറിൽ ഇത് ഒരിക്കലും പറ്റില്ല, ഓയിലി സ്കിന്നായിരിക്കും, ഒലിച്ച് ഒഴുകും. അപ്പോൾ അതുകൊണ്ടായിരുന്നു റെക്കമെൻഡ് ചെയ്ത്. പിന്നെ എൻ്റെ WishCareൻ്റെ മൈ ഫേവറേറ്റ് ലിപ് ബാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ പറഞ്ഞാൽ അതായത് എനിക്ക് തോന്നുന്നു ദിസ് ഈസ് തേഴ്സ്ഡേ, അതായത് ട്യൂസ്ഡേ അല്ല, ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ആണിത്. തേഴ്സ്ഡേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് കാണാൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പഠിക്കുന്നതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി നല്ലത് എനിക്കത് തോന്നി. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എക്സാമിനത്തെ ഈ സാറ് നല്ല രീതിക്ക് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈലത്തെ ടീച്ചേഴ്സ് എടുത്തേക്കാളും കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയതും മനസ്സിലായതും ഈ സാർ എടുത്തപ്പോഴാണ്. ലൈക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് ഓക്കെ വെച്ച് നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് തേഴ്സ്ഡേ ഈവനിങ് ഞാൻ എടുത്തിട്ടുള്ള ഒരു 3 o'clock സംതിങ് ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ കയറി വന്നതാണ്. അതാണ് ഞാൻ ആ ഒരു നിലത്തായിരുന്നു ഞാനിങ്ങനെ ഇരുന്നിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പഠിച്ചു, ടാബ് എടുത്തു ആൻഡ് ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ്. ഇത് ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ലാസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ആൻഡ് ദിസ് ക്ലാസ് വാസ് വർത്ത് ഇറ്റ് സോ മച്ച് ഗൈസ്. കാരണം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് നന്നായി എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പറ്റിയിരുന്നു. ഇത് ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെയായിരുന്നു എൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ. രാത്രി ക്ലാസ്സൊക്കെ കണ്ടു, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. ഇതിപ്പോൾ രാവിലെയുള്ള ബൂസ്റ്റർ ക്ലാസ് ആണെന്ന് തോന്നുന്നു ഞാൻ കാണുന്നത്. ബൂസ്റ്റർ ക്ലാസ് ആണ്, കാരണം എനിക്ക് ലൈവ് ഉണ്ടായിരുന്നു വേറെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ രാത്രി. അപ്പോൾ ഞാനത് കണ്ടില്ല, കുറച്ചേ കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ ബാക്കി കാണാനുണ്ടായിരുന്നു, ബൂസ്റ്റർ ലൈവും കാണാനുണ്ടായിരുന്നു. ഇത് ഏതാ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബൂസ്റ്ററാണെന്ന് തോന്നുന്നു. ഏതോ ഒന്ന് ഞാനിരുന്ന് കാണുകയാണ്. എനിവേ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതന്നെയാണ് മോർണിംഗ് ബൂസ്റ്ററിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ റിവ്യൂ നോക്കാം. ഹായ് ഗൈസ്, കെമിസ്ട്രി എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. സോ ഫ്രഷ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ പേപ്പർ. ആൻഡ് എന്താ പറയുക, ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്തു. മോഡൽ, ഇത് നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ പേപ്പർ. സോ ഞാൻ ഈ 2 പേപ്പറും കൂടി കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോഡലിൽ ചോദിച്ച പല ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി. കാരണം കറക്റ്റായിട്ടല്ല, പക്ഷെ ചിലതൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ റൂള് തന്നെ നമ്മളോട് കറക്റ്റായി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ലേഷാട്ടിയ പ്രിൻസിപ്പിൾ നമ്മളോട് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോഡലിൽ. അന്ന് 11th ക്വസ്റ്റ്യൻ ഏറെക്കുറെ നല്ല അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെയാണെങ്കിൽ പറയാം, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 70th ക്വസ്റ്റ്യൻ ഹേസൻബർഗ്സിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട്. ഇത് തന്നെ പല രീതികളിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ, എല്ലാം ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് ആ ഒരു സംഭവം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എക്സാം എങ്ങനെയുണ്ട് ചോദിച്ചാൽ അധികം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓർഗാനിക് എന്ന് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോഡലിൻ്റെ സമയത്ത് ഓർഗാനിക് ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഗാനിക് അതിൽ ടഫായിരുന്നു മോഡൽ. കാരണം എനിക്ക് മോഡൽ എക്സാം ആക്ച്വലി ടഫായിരുന്നു, കാരണം ഞാൻ പഠിച്ചിട്ടില്ല. സോ ഇത് ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ നല്ലോണം, കാരണം +2 എക്സാം നല്ല ടഫായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് നമ്മുടെ എക്സാം നല്ല ടഫായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു. അതായത് എന്താ പറയുക, ഞാൻ ഓർഗാനിക് തൊട്ടിട്ടില്ലായിരുന്നു ആക്ച്വലി. പിന്നെയാണ് ഞാൻ എക്സാമിൻ്റെ ക്ലാസ് ഇങ്ങനെ കണ്ടത്, ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ഞാൻ വെറുതെ കാണാൻ വിചാരിച്ചു, കണ്ടു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് 6 മാർക്കിനാണ് ചോദിച്ചത്. 6 മാർക്കല്ലേ? ലെറ്റ് മീ സീ. യെസ്, 6 അല്ല 4 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ നല്ല വൃത്തിക്ക് എഴുതി കൊടുത്തു. ഞാൻ അയോഡിൻ്റെ എക്സ്ട്രാ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗാനിക്കിൻ്റെ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ തോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ രാവിലെ ആ ഒരു കാൽക്കുലേഷനിൽ ഞാൻ വേഗം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, രാവിലത്തെ ഞാൻ ആ പഠിച്ച ഒരു കാൽക്കുലേഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എനിക്ക് അത്ര ഒരു രസകരമായി തോന്നിയില്ല. ഫസ്റ്റ് 4 ആ ഒരു ഓപ്ഷൻസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ 6 to 15 ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 7th ക്വസ്റ്റ്യൻ, ഈ ഒരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ, എനിക്ക് എന്താന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല, അവരെന്താ തന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം എന്താണ് സംഭവം എന്ന്. ആൻഡ് അടുത്തതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്, അതായത് ബൗണ്ടറി സർഫസ് എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എസും പിൻ്റെയും നമ്മൾ പഠിച്ച ഓർബിറ്റൽ ആ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പിന്നെ ഞാൻ പഠിച്ച ഓരോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി. ഞാൻ എക്സാമിനർ കണ്ടതുകൊണ്ട് അവർ പറഞ്ഞ അധികം ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ പറഞ്ഞത് പലതും ചോദിച്ചിട്ടും ഇല്ല. ഓക്കെ, ന്യൂമറിക്കൽസ് ഒന്നും അങ്ങനെയൊന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത്, പക്ഷെ എനിക്ക് അപ്പോൾ കത്തിയില്ല. അപ്പോൾ ഞാനത് വിട്ടു. അതിനുശേഷം വന്ന ക്വസ്റ്റ്യൻസൊക്കെ അധികം എല്ലാവരും പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 20ാമത്തെ ക്വസ്റ്റ്യൻ, എനിക്കത് എന്താ ആൻസർ അറിയില്ല. ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾ മൊമെൻ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഡൈപോൾ മൊമെൻ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ സിഗ്നിഫിക്കൻസ് എനിക്കറിയില്ല. സോ ഞാനത് എന്താണെന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്തത് പറഞ്ഞാൽ 21st ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എന്താ മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ ഇക്വേഷൻ എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് ഇപ്പോൾ സമയം അതാണ് ഇത്രയും ബ്യൂട്ടിഫുൾ സൺലൈറ്റ്. ഓക്കെ, ആൻഡ് അടുത്തത് വന്നിട്ട് ഞാൻ പറഞ്ഞു 22 ക്വസ്റ്റ്യൻ ആ ലേഷാക്കിയ പ്രിൻസിപ്പിൾ, അതൊക്കെ നമുക്ക് മോഡൽ ചോദിച്ച പോലെ തന്നെ ചോദിച്ചത്. പിന്നെ ഇത് എനിക്ക് 24th ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2nd ക്വസ്റ്റ്യൻ എനിക്കത്ര മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ റാൻഡമായിട്ട് ഒരു ആൻസറാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം സിമ്പിളായിരുന്നു, എല്ലാം ഞാൻ എഴുതി. ആൻഡ് അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. 27 ഞാനൊരു ഇക്വേഷൻ നോക്കിയിട്ടാണ് എഴുതിയതാണ്. പിന്നെ മാസ് ഓഫ് ഇലക്ട്രോൺ അവർ തന്നിട്ടുണ്ട്, പക്ഷേ ഞാനതിൽ മാസ് ഓഫ് ഇലക്ട്രോൺ യൂസ് ചെയ്തില്ല. വിച്ച് മീൻസ് ഞാൻ എഴുതിയ ഇക്വേഷൻ തെറ്റായിരിക്കാം, മേ ബി ഒക്കെ വരുന്ന ഇക്വേഷൻ ആയിരിക്കാം, അറിയുന്നു. പിന്നെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത് ടഫായിരുന്നു എന്നാണ്. ആക്ച്വലി 29th ക്വസ്റ്റ്യൻ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച ക്വസ്റ്റ്യനാണ്, ലൈക്ക് ആ ബോർഹേവർ സൈക്കിൾ. സോ അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്തത് 30th ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എക്സാമിനറിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലായിരുന്നു അത്, പക്ഷേ എനിക്ക് ഓർമ്മ വന്നില്ല പെട്ടെന്ന്. സോ ഞാനത് വിട്ടു. പിന്നെ 31st ക്വസ്റ്റ്യൻ ഞാൻ നല്ലോണം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സിമ്പിൾ ഫോർ മീ. ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സിമ്പിളാണെന്ന് തോന്നുന്നു, എല്ലാവരും പഠിക്കും, കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ. ഞാൻ എന്തോ വലിയ സംഭവമെന്ന് വിചാരിച്ചാണ് എക്സാമിന് പോയത്, പക്ഷേ എനിക്ക് അത്ര സംഭവമായിട്ട് പേപ്പർ കണ്ടിട്ട് തോന്നിയില്ല. ആൻഡ് എന്താ പറയുക, ടഫാണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ടഫ് തന്നെയാണ് ഈ പേപ്പർ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫല്ല, മോഡറേറ്റ് ടഫാണ്. കാരണം അവർ ചോദിച്ചത് ചിലതൊന്നും നമുക്ക് അങ്ങനെ ക്ലിയർ ഉള്ള വേർഡ്സിലല്ല ചോദിച്ചത്. വരയ്ക്കണമൊക്കെ ഒരു എന്താ പറയുക, അവരൊരു വേറെ പുതിയ ടേം യൂസ് ചെയ്തിട്ടാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എക്സാം വാസ് ഓക്കെ ഒരു എക്സാം ആയിരുന്നു. ആൻഡ് ഞാൻ എഴുതിയത് A അറിയാൻ B അറിയില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ അതിന് ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മാർക്ക് വരുന്നത് നോക്കാം. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. സോ ബൈ.